ഹലോ, ആരൊക്കെ വന്നിട്ടുണ്ട്? എന്നെ കാണുന്നവരൊക്കെ ഒരു ഹലോ പറഞ്ഞാൽ സന്തോഷമായിരുന്നു. പവിത്ര കാണാമെന്ന് പറഞ്ഞിട്ടുണ്ട്. പിന്നെ ആരൊക്കെയാണുള്ളത്? എല്ലാവരും വേഗം വേഗം കടന്നു വരൂ. കേൾക്കാമല്ലോ അല്ലേ? ഓക്കെ. അങ്ങനെ അതാ ഗുഡ് ഗേൾസ് ആയിട്ട്. ഹായ് ജയശ്രീ, ബബിത ഹായ്, ശ്രീദേവി ഹാജർ പറഞ്ഞിട്ടുണ്ട്. ഹാജർ എന്ന് പറയുമ്പോൾ പെട്ടെന്ന് സ്കൂൾ ഓർമ്മ വന്നു. നമ്മൾ സ്കൂളിൽ പ്രസൻറ്റ് ടീച്ചർ എന്ന് പറയുന്നത് പോലെ. ഓക്കെ. അപ്പം ഞാൻ സജ്ന അബ്ദുള്ള, മോംസ് പ്രസോ തൊട്ടേ നമ്മുടെ പവിത്രയുടെയും ജയശ്രീയുടെയൊക്കെ കൂടെ ഉണ്ടായിരുന്നതാണ്. എഴുത്തിൻ്റെ ലോകത്തിൽ ഇപ്പോൾ കൂട്ടക്ഷരങ്ങളിൽ വന്നു. അപ്പോൾ എത്ര പേർക്ക് എന്നെ പരിചയം ഉണ്ടാകുമെന്ന് അറിയില്ല. ഞാൻ കൂട്ടക്ഷരങ്ങളിൽ എഴുത്തൊക്കെ ഇത്തിരി കുറഞ്ഞിരിക്കുന്ന സമയമാണ്. ഇനി കൂടുതൽ ആക്റ്റീവ് ആകണം. അതിന് ഈ ഒരു ലൈവ് തന്നെ തുടക്കമാവട്ടെ. അപ്പം ഞാൻ സജ്ന അബ്ദുള്ള, ദുബായിൽ താമസിക്കുന്നു. ഞാൻ ഒരു എഴുത്തുകാരിയാണ്. 2 പുസ്തകങ്ങൾ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. ഹായ് വിമിത. അപ്പോൾ കുറച്ചുപേരും കൂടെ വന്നിട്ട് നമുക്ക് ഇന്നത്തെ പരിപാടിയൊക്കെ തുടങ്ങാമല്ലേ? ഇന്നിപ്പോൾ ഞാൻ ഇത്രയും ദിവസം എല്ലാവരും നല്ല ഗൗരവമായിട്ടൊക്കെ പറഞ്ഞുകൊണ്ട് ഞാൻ ഇന്ന് അല്പം ലളിതമായിട്ടുള്ള ചോദ്യങ്ങളുമായിട്ടാണ് വന്നിരിക്കുന്നത്. അത് ഹായ് സഹല, ഹായ് ജിഷ. ഒരു 10 പേരായ നമുക്കങ്ങ് തുടങ്ങാമായിരുന്നു. അപ്പോൾ എല്ലാവരും റെഡിയാണല്ലോ അല്ലേ? നിങ്ങൾക്ക് നല്ല ഹായ് മഞ്ജു. നമുക്ക് നല്ല കട്ടിയുള്ള ചോദ്യം വേണോ, എളുപ്പമുള്ള ചോദ്യം വേണോ? അപ്പോൾ തൽക്കാലം ആരും ഒന്നും പറയാതെ സ്ഥിതിക്ക് ഞാൻ വിചാരിച്ചു നമുക്കിന്ന് ലേഖ വന്നല്ലോ. യെസ്, റെഡി സ്റ്റഡി ഗോ. അപ്പം നമുക്ക് തുടങ്ങാം. ജിഷ ഹായ്. അപ്പം ഞാൻ ചോദിക്കട്ടെ കുട്ടികളെ? എളുപ്പ ചോദ്യം മതി അല്ലേ? ഓക്കെ, വെരി ഗുഡ്. എനിക്കും എളുപ്പ ചോദ്യം ചോദിക്കാനാണ് ഇഷ്ടം. അപ്പോൾ ഇത് പുസ്തകത്തിലെ ചോദ്യങ്ങളോ സിനിമയിലെ ചോദ്യങ്ങളോ ഒന്നുമല്ല, കുറച്ച് കുസൃതി ചോദ്യങ്ങളാണ്. കട്ടിയുള്ളതാണോ വേണ്ടത് ജിഷക്ക്? ഹായ് തോയിബ്, ബ്രീസ ഹായ്, ലേഖ. അപ്പോൾ ഞാൻ ചോദിക്കട്ടെ? ആദ്യ ചോദ്യത്തിലേക്ക് കിടക്കുകയാണേ. എല്ലാവരും പെട്ടെന്ന് ഉത്തരം പറയുക എന്നുള്ളതാണ് എൻ്റെ പ്രതീക്ഷ. അതുകൊണ്ട് തന്നെ ഞാനൊരു 10-30 ചോദ്യം തയ്യാറാക്കി വെച്ചിട്ടുണ്ട്. നിങ്ങൾ പെട്ടെന്ന് പറഞ്ഞെങ്കിലോ എന്ന് വിചാരിച്ചിട്ട്. അപ്പോൾ ഇത് കുസൃതി ചോദ്യമാണ്. ആദ്യം തന്നെ ഞാൻ പറഞ്ഞേക്കാം കേട്ടോ. ജിഷയ്ക്ക് ചിരിയൊക്കെ വരുന്നുണ്ട്. അപ്പോൾ ഞാൻ ചോദിക്കട്ടെ? ഓക്കെ, റെഡിയല്ലേ? റെഡിയാണെന്ന് ആരെങ്കിലുമൊക്കെ ഒന്ന് കൈപൊക്കിയിട്ട് പറഞ്ഞാൽ ചോദിക്കാം. അപ്പോൾ ആദ്യത്തെ കുസൃതി ചോദ്യം. നിങ്ങളെല്ലാവരും കുസൃതിയൊക്കെ ഇഷ്ടംപോലെ പറയുന്നതുകൊണ്ട് ഇതൊന്നും ഒരു ബുദ്ധിമുട്ടല്ലേ? അപ്പോൾ ആദ്യത്തെ ചോദ്യം, ഏറ്റവും കൂടുതൽ റോക്കറ്റ് വിക്ഷേപിക്കുന്ന ചെടി ഏതാണെന്നാണ് ചോദിച്ചേക്കുന്നത് കേട്ടോ. ഏറ്റവും കൂടുതൽ റോക്കറ്റ് വിക്ഷേപിക്കുന്ന ചെടി. കുസൃതിയാണ്, ഓർമ്മ വേണം. സൂയിലോ? ജിഷ എന്തിനാണ് സൂവിൽ പോയി നിൽക്കുന്നത്? അയ്യോ, ശ്രീദേവിയുടെ ആദ്യത്തെ ഉത്തരം വന്നു. അപ്പൂപ്പന്താടിയ. ശ്രീദേവി തുമ്പ, മഞ്ജു അപ്പൂപ്പന്താടി, ബ്രീസ തുമ്പ, ബബിത അദിത് തുമ്പ, ലേഖ ജസ്റ്റിൻ തുമ്പ, സഹല യാസർ തുമ്പ.
ബിന്ദു വന്നല്ലോ. ബിന്ദു രാജേഷ് തുമ്പ, തസ്നി തുമ്പ, ജിഷ രജോ തുമ്പ. ആഹാ, ആ പാട്ടാണ് ഓർമ്മ വരുന്നത്. തുമ്പയും തുളസിയും കുടമല്ലപ്പൂവും. അപ്പൂപ്പന്താടി. അത് റോക്കറ്റ് വിടാൻ പറ്റിയതല്ല അപ്പൂപ്പന്താടി. അപ്പം ഞാൻ പറയട്ടെ ഉത്തരം. എല്ലാവരും തുമ്പ കടിച്ചു. ഓക്കെ, അപ്പോൾ ഉത്തരം തുമ്പ. തുമ്പ. അപ്പം നമ്മുടെ ആദ്യം പറഞ്ഞത് ശ്രീദേവിയാണ്. അപ്പം ശ്രീദേവിക്ക് 1 പോയിന്റ്. ഇഷ്ടമായില്ലേ എല്ലാവർക്കും ചോദ്യം? നല്ല ആലോചിക്കാനും ചിരിക്കാനും ഒക്കെ പറ്റിയതല്ലേ? ഓക്കെ, അപ്പം അടുത്തത് ഞാൻ ചോദിക്കാം. ഇത് കേട്ടാരും തെറ്റിദ്ധരിക്കരുത്. 3 ഭർത്താക്കന്മാർ ഉള്ള സംഖ്യ. 3 ഭർത്താക്കന്മാർ ഉള്ള സംഖ്യ ഏതാണ്? പോരട്ടെ, വേഗം പോരട്ടെ. 3 ഭർത്താക്കന്മാർ ഉള്ള സംഖ്യ. സംഖ്യ മീൻസ് നമ്പർ. അഞ്ജു രഞ്ജിമ, അജിത്ത് വള്ളോലി. അജിത്ത് വന്നല്ലോ. ഹായ്. വൈശാഖ് ഹായ്. 3 ഭർത്താക്കന്മാരുള്ള നമ്പർ വേഗം പോരട്ടെ. തൊയ്ബ് കടങ്ങോട്, സഹല 8, ബിന്ദു 13. ഇപ്പൊ നിങ്ങക്ക് മനസ്സിലായോ എന്തുകൊണ്ടാണെന്ന്? മനസ്സിലായോ? അപ്പോൾ ഇഷ്ടംപോലെ 13 വരുന്നുണ്ട് കേട്ടാ. ജിഷ 13, തൊയ്ബ് 13, അജിത്ത് 13, അഞ്ജു 13. സംഖ്യക്ക് ഭർത്താവ് പാവല്ലേ, കൊടുത്തേക്കാൻ ഇത്ര ബോറടിക്കുന്നതല്ലേ. അത് ഒന്നല്ല, 3 എണ്ണത്തിനാണ് കൊടുത്തേക്കുന്നത്. അതെ, കറക്റ്റ്. മഞ്ജു അത് വിവരിച്ചു കഴിഞ്ഞു. 13. പതി എന്ന് പറഞ്ഞാൽ ഹിന്ദിയിൽ ഭർത്താവ് എന്നാണല്ലോ. അപ്പം അതന്നെ തൊയ്ബേ, ഈ പവിത്ര എന്തൊക്കെയാണ്, അവർക്കും വേണ്ടേ ഒരു ജീവിതം. അടിപൊളി. അപ്പോൾ ബിന്ദു രാജേഷാണ് ആദ്യം ഉത്തരം പറഞ്ഞേക്കുന്നത്. കുറേ പേര് പിന്നെ അങ്ങോട്ട് ശരിക്കും ഉത്തരം പറഞ്ഞു. ചിലപ്പോൾ ഈ ലിമിറ്റ് വെതർ മതിയോ സംഖ്യക്ക്? ആ സംഖ്യ സഹിക്കട്ടേന്ന് 3 എണ്ണത്തിന് വെച്ചിട്ട് അല്ലേ ബിന്ദു? 1 എണ്ണം തന്നെ സഹിക്കാൻ പറ്റുന്നില്ല എന്ന് പറയുന്നത്. സംഖ്യക്ക് അങ്ങനെ തന്നെ വേണം അല്ലേ? അപ്പോൾ കുറേ പേര് ശരി ഉത്തരങ്ങൾ പറഞ്ഞിട്ടുണ്ടെങ്കിലും ബിന്ദു രാജേഷാണ് ആദ്യ ഉത്തരം പറഞ്ഞത്. പലർക്കും ഈ നെറ്റിൻ്റെ പ്രോബ്ലം കൊണ്ടൊക്കെ ആയിരിക്കും ആൻസർ ഒന്നിച്ചൊക്കെ പറയുന്നതാണെങ്കിലും ഇവിടെ വരുന്നത് എനിക്ക്. അപ്പം 40 നോക്കണം അല്ലേ? 4 പതിയാണെങ്കിൽ. ഓക്കെ, അടുത്തത്. വെള്ളത്തിൽ വീണാൽ നനയാത്തത് എന്താണ്? ആരായി ഈ സംഖ്യ? അപ്പോൾ അടുത്ത ചോദ്യമേ, വെള്ളത്തിൽ വീണാൽ നനയാത്തത് എന്താണ്? അജിത്തിൻ്റെ ആദ്യത്തെ ഉത്തരം വന്നു. പോരട്ടെ, ഇനി വല്ല ഉത്തരങ്ങളൊക്കെ ഉണ്ടെങ്കിൽ പോരട്ടെ. അതെന്താ തൊയ്ബേ വെള്ളത്തിൽ വീണാൽ നനയാത്തത്? കുളിക്കാറൊന്നും ഇല്ലേ? ബബിത നിഴൽ, ശ്രീദേവി നമ്പ്യാർ നിഴൽ, ബിന്ദു, ശ്രീദേവി, ജയശ്രീ. എന്താണ് ജയശ്രീയുടെ? എന്താണ് ജയശ്രീ പറഞ്ഞ? എന്താണ് കണ്ടില്ല. ഇത്ര വല പ്ലാസ്റ്റിക്. അത് കറക്റ്റാ, വല്ല പ്ലാസ്റ്റിക്കും ആയിരിക്കും. പിന്നെ മഞ്ജു പറഞ്ഞ അജിത്തെന്ന്. നിഴൽ നിഴൽ നിഴൽ. എല്ലാവരും കുറേ പേര് കറക്റ്റ് ആൻസറാണ് പറഞ്ഞേക്കുന്നത്. ബിന്ദു, മഞ്ജു അല്ല, പവിത്ര. ഈ ഇതൊക്കെ എങ്ങോട്ടാണ് പോണത്? ഓക്കെ ഓക്കെ ഓക്കെ. മഴയോ? ജിഷ മഴ. വള്ളോലി പറഞ്ഞ സ്ഥിതിക്ക് അവന് ട്രോഫി അങ്ങ് കൊടുത്തേക്കാം. ഓക്കെ, ചേമ്പില. പക്ഷെ അതും എന്നാലും അതിൽ ആ വെള്ളം ഇങ്ങനെ നിൽക്കുമല്ലോ.
അപ്പോൾ അതുകൊണ്ട് ചേമ്പിലല്ല. ഐഫോൺ, ഇപ്പോഴത്തെ പുതിയ ഐഫോൺ വെള്ളത്തിലിട്ട് തിളപ്പിക്കുന്നതൊക്കെ കാണാമായിരുന്നു. ഓക്കെ, വള്ളോലി പറഞ്ഞ സ്ഥിതിക്ക് അവന് ട്രോഫി കൊടുത്തായിരുന്നു പറഞ്ഞ, പിന്നെ നമുക്ക് അവിടെ അപ്പീലില്ല. ഓക്കെ, അജിത് വള്ളോലിക്ക് 1 പോയിന്റ്. അടുത്ത ചോദ്യം, ഇത് അൺപാർലമെൻ്ററി ഒന്നുമല്ല, വളരെ ശരിയായ രീതിയിൽ നേർക്ക് നേരെ നിങ്ങൾ ചിന്തിക്കാവൂ. ഓക്കെ, പശുവിൻ്റെ പിന്നിലും സ്ത്രീയുടെ മുമ്പിലും ഉള്ളത് എന്താണ്? ഞാൻ ഡീസൻ്റ് ആയിട്ടുള്ള ചോദ്യമാണ് ചോദിച്ചിരിക്കുന്നത്. പശുവിൻ്റെ പിന്നിലും സ്ത്രീയുടെ മുമ്പിലും ഉള്ളത് എന്താണ്? മനസ്സിലായോ? ഒരു ക്ലൂ തരാൻ ഞാൻ വിചാരിച്ചു ഭയങ്കര കട്ടിയായിരിക്കുന്നു. 5 അയ്യേന്ന്. വൈശാഖ് W, മഞ്ജു വാല്, സ്ത്രീകൾക്ക് എവിടെ വാല്? ഇത് ആരെങ്കിലും, ഞാൻ അങ്ങനത്തെ പാർട്ടി തന്നെ. സൗമ്യ, ബ്രീസ, ത്വയ്ബ്, ശ്രീദേവി, എല്ലാവരും W പറഞ്ഞിട്ടുണ്ട്. ജിഷ, റജോ W, ജയപ്രകാശ് W. ഇത്ര വൃത്തികെട്ട ഉത്തരം പറയാറില്ല. ഞാൻ പറഞ്ഞ നേർക്ക് നേരെ ചിന്തിച്ചാൽ മതി. മഞ്ജുവിൻ്റെ വാലൊന്ന് കാണിക്കും. ഭർത്താവോ? അത് അടിപൊളി ബിന്ദു. അങ്ങനെ ഒന്നും ചിന്തിക്കാൻ പോലും പാടില്ല. അത് തന്നെ ഞാൻ പറഞ്ഞില്ലേ, നേർക്ക് നേരെ ചിന്തിക്കാവും. അപ്പോൾ കറക്റ്റാണ്. W, അതായത് കൗ, COW, കൗ, വുമൻ WOMEN, വുമൻ. അപ്പോൾ W ആണ്. അപ്പോൾ പറഞ്ഞത് വൈശാഖാണ് ആദ്യം പറഞ്ഞത്. അപ്പോൾ അതുകൊണ്ട് വൈശാഖിനൊരു പോയിന്റ്. പിന്നെ അപ്പം അടുത്ത ചോദ്യം ചോദിക്കാമല്ലോ. നല്ല ഒന്നും ചിന്തിക്കാൻ പറ്റുന്നില്ല. എന്തോ പറയാനാണ് ലേഖ. രാവിലെ എന്നെ എണീറ്റ് കഴിഞ്ഞിട്ട് ഇങ്ങനത്തെ കൊനിഷ്ഠ ചോദ്യമൊക്കെ ചോദിക്കുമ്പോൾ നമ്മുടെ ചിന്ത മാറിപ്പോകുന്നല്ലേ. ഓക്കെ, അപ്പം ഞാൻ നല്ലൊരു ചോദ്യം ചോദിക്കാം. കലണ്ടറിൽ കാണപ്പെടുന്ന പഴം ഏതാണ്? മീൻസ് ഫ്രൂട്ട്. കലണ്ടറിൽ കാണപ്പെടുന്ന ഫ്രൂട്ട് ഏതാണ്? വേഗം പറഞ്ഞു. കലണ്ടറിൽ കാണപ്പെടുന്ന ഫ്രൂട്ട് ഏതാണ്? ഞാനാണെങ്കിൽ ഇവിടെ ക്ലൂ ഒക്കെ സെറ്റാക്കി വെക്കുമ്പോഴത്തേക്ക് ദേ ഇവിടെ മിടുക്കന്മാരും മിടിക്കലും പടപട ദാ വന്നു. ബ്രീസ ഡേറ്റ്സ്. സൗമ്യ, ഞങ്ങളത്ര സിമ്പിളായി. ബിന്ദു ഡേറ്റ്സ്. ഈത്തപ്പഴം, ഡേറ്റ്സ് എന്ന് തന്നെ പറയണം, അപ്പോഴല്ലേ കലണ്ടറിൽ വരുന്നത്. സഹല, മഞ്ജു, എല്ലാവരും ഡേറ്റ്സ്. നീതു, ഉലേഖ, ഷീജ, സൗമ്യ, സുരേന്ദ്രൻ. ഡേറ്റിന് വരട്ടെ. പോര്, നമുക്ക് എന്താണെങ്കിലും ഒരു ഡേറ്റ്സിന് പോയാ അല്ലേ അഞ്ജു? എവിടെ വേണം പറയൂ. അയ്യോ, ഞാൻ ആദ്യം പറഞ്ഞതാ. ഇവിടെ ആദ്യം വന്നത് ബ്രീസയുടെ ആണല്ലോ. എല്ലാവരും കുറേ പേര് ഒന്നിച്ച് പറഞ്ഞിട്ടുണ്ട്. അപ്പം അജിത് വള്ളോലി മൊത്തത്തിൽ കൈവിട്ടു പോയി. അപ്പൊ കലണ്ടറിൽ കാണുന്ന ഡേറ്റ്സ് ആർക്കും സംശയമൊന്നുമില്ലല്ലോ. അടുത്ത ചോദിക്കട്ടെ. അടുത്ത ചോദ്യം, ആരും ഇഷ്ടപ്പെടാത്ത ദേശം. ഏതെങ്കിലും ഒരു ദേശമുണ്ടെങ്കിൽ അത് പറയൂ. ആരും ഇഷ്ടപ്പെടാത്ത ദേശം. അതിലൊക്കെ ഓടി വരും. അജിത്ത്. ഓക്കെ, ബിന്ദു ഉപദേശം, ത്വയ്ബ് ഉപദേശം. ഹംഗറിയോ? അജിത്തിന് അതെന്താ മോനെ ഹംഗറി ഇഷ്ടമല്ലാത്ത? നല്ല നാടാണ് ഹംഗറി. വിദേശത്തിരിക്കുന്ന ഞങ്ങളോട് തന്നെ പറയണം വിദേശം ഇഷ്ടമല്ല എന്നല്ലേ. നീതു ഉപദേശം, അഞ്ജു ഉപദേശം, വിദ്വേഷം. പിന്നെ സൗമ്യ ഉപദേശം, മഞ്ജു ഉപദേശം. ഞാനാണ് ഫസ്റ്റ് ഉപദേശം പറഞ്ഞത്. ഉപദേശിക്കുകയാണെന്ന് വിചാരിക്കരുത്.
ഉപദേശം, പരദേശം. അപ്പം ആദ്യം പറഞ്ഞത് ബിന്ദു രാജേഷാണ് ഉപദേശം. ബിന്ദു രാജേഷ് തന്നെ ആദ്യം പറയും, കാരണം അവൾ ഞങ്ങളെയൊക്കെ ഉപദേശിച്ചൊരു വഴിയാക്കിയിരിക്കുകയാണ്. അതുകൊണ്ട് അപ്പം ബിന്ദു രാജേഷാണ് പറഞ്ഞിരിക്കുന്നത് ഉപദേശം. അപ്പം ബിന്ദു രാജേഷിന് ഇപ്പോൾ 2 പോയിൻ്റായേ. ബാക്കി എല്ലാവരും 1 പോയിൻറ്റുമായി കട്ടയ്ക്ക് നിൽക്കുകയാണ്. അപ്പോൾ അടുത്ത ചോദ്യം ചോദിക്കട്ടെ? ഓക്കെ. ഡാഡി മമ്മിയാകുന്ന സ്ഥലം ഏതാണ്? ബിന്ദു രാജേഷ്. ഡാഡി മമ്മിയാകുന്ന സ്ഥലം ഏതാണ്? സ്വന്തം വീടെന്നൊന്നും പറഞ്ഞേക്കരുതേ. ബിന്ദു രാജേഷ് ജീവിക്കുക. എൻ്റെ ബിന്ദു ചേച്ചിയാ തങ്കമേ. ആ, ഈജിപ്റ്റ്. എൻ്റെ പടച്ചവൻ, ഇവരൊക്കെ എന്താണ്? ഷോ, ഞാൻ വിചാരിച്ചൊന്ന് ആലോചിക്കുകയെങ്കിലും ചെയ്യുമെന്ന്. എത്ര പെട്ടെന്നാണ് ഉത്തരങ്ങൾ വരുന്നത്. എല്ലാവരും നല്ല സ്മാർട്ടാണ്. ഉഷാർ. സിംഗിൾ പാരൻറ്റിങ്. തൈബ്, ജിഷ ഡമ്മി, നീതു ഈജിപ്റ്റ്, മഞ്ജു ഈജിപ്റ്റ്, സൗമ്യ ഈജിപ്റ്റ്. മഞ്ജു, നമ്മുടെ ദുബൈയിലത്തെ നെറ്റ് ഇച്ചിരി സ്ലോ ആണെന്ന് തോന്നുന്നു. വളരെ വൈകിയാണ് ഉത്തരങ്ങൾ വരുന്നത്. സൗമ്യ ഈജിപ്ത്. ഞാൻ ഫസ്റ്റ്. ശ്രീദേവി. അയ്യോ. അഞ്ജു രഞ്ജിമ. ഭയങ്കര. ഞാൻ വൈശാഖിൻ്റെയാണ് ആദ്യം കണ്ടത്. അപ്പോൾ വൈശാഖാണ് ആദ്യം ഈജിപ്റ്റ് എന്ന് പറഞ്ഞത്. മനസ്സിലായല്ലോ? ഡാഡി മമ്മിയാകുന്ന മമ്മീസ്. ഞാനാണെങ്കിൽ ഇവിടെ ക്ലൂ ഒക്കെ തരാൻ പോകുമ്പോഴത്തേക്കും അടുത്ത ഉത്തരം ഞാൻ മനഃപൂർവ്വം തെറ്റിക്കും. ഞാൻ ഉത്തരം കോപ്പി അടിക്കുന്നുണ്ട്. ഉത്തരമൊക്കെ തെറ്റിക്കും. ഈജിപ്തിൽ പോയാലും ഇവിടുത്തെ ഡാഡി മമ്മിയാവില്ല. അതെ, അതാണ് മഞ്ജു നല്ലത്. ഓക്കെ, അടുത്തത് ചോദിക്കുന്നേ. വെറ്റില മുറുക്കാൻ തിന്നുന്ന അക്കം നമ്പർ. വെറ്റില മുറുക്കാനായി കൂട്ടുന്ന അക്കം ഏതാണെന്ന്. അക്കം നമ്പർ കിട്ടിയോ? അതെ, 30 ചോദ്യം മതിയാവില്ല എന്ന് തോന്നുന്നു. ബ്രീസയുടെ ഉത്തരം വന്നു. ഓക്കെ, 100. നീത്തു 100. ത്വയ്ബ് 100. അയ്യോ, ത്വയ്ബ് എന്താണ് 6? ശ്രീദേവി 3. അജിത്ത് വെള്ളലി 100. സഹല, യാസർ, ജിഷ അവരൊക്കെ 100. ബിന്ദു രാജേഷ് 100. ലേഖ ജസ്റ്റിൻ 100. നിങ്ങളുടെ കൂടെ കൂടിയെല്ലാം തെറ്റും. മഞ്ജു 100. ബബിത 100. ഈ എല്ലാ 100 കൂടെ കൂട്ടി എനിക്ക് നിങ്ങളത് മൊത്തത്തിൽ പൈസയായി തന്നാൽ ഞാൻ സ്വീകരിക്കുന്നതാണ്. സൗമ്യ സുരേന്ദ്രൻ 100. എന്തൊരു കുബുദ്ധി എല്ലാവർക്കും. സത്യം എൻ്റെ അഞ്ജു, ഞാനിത് എത്ര നേരം കൊണ്ട് കുത്തിയിരുന്നുണ്ടായി എഴുതിയെടുത്താണെന്ന്. ഇവരൊക്കെ ഇതേ ഷട പടപടേന്ന് പറഞ്ഞിട്ടാണ് ഉത്തരം പറയുന്നത്. 100 ചുണ്ണാമ്പ്. സൗമ്യ സുരേന്ദ്രൻ കറക്റ്റാണ്. സൗമ്യ അത് വിവരിച്ച് പറഞ്ഞു. എല്ലാവർക്കും 100ൽ 100 കറക്റ്റ്. 100ൽ 100ഉം വെരി ഗുഡും. ഓക്കെ, എല്ലാവർക്കും. അപ്പോൾ ബ്രീസയാണ് ആദ്യം ഇതിൻ്റെ ഉത്തരം പറഞ്ഞത്. ഓക്കെ, അപ്പോൾ അടുത്ത ചോദ്യമേ. പെട്ടെന്ന് എല്ലാവരും റെഡി ആയിരുന്നു. ദോശ ചുടാൻ എടുക്കുന്ന മരം. അതെ, ഇന്നതാണ്. എത്ര പെട്ടെന്നാണ്. ത്വയ്ബ് മാവ്, അജിത്തുള്ളൊലി മാവ്, ബിന്ദു മാവ്, വിമിത മാവ്, ജിഷ രജോ മാവ്, നീതു വി ആർ മാവ്, സൗമ്യ സുരേന്ദ്രൻ മാവ്, ശ്രീജാജിത് മാവ്. ആർക്ക് സംശയമില്ല. ബ്രീസ നിഷാദ് ചിരിച്ചു. മഞ്ജു ശ്രീകുമാർ മാവ്. അപ്പം ആദ്യം മാവ് പൂത്തത് ത്വയ്ബിൻ്റെ ആണ് അല്ലേ? ജയശ്രീക്ക് ഒന്നിൻ്റെ ഉത്തരം കിട്ടുന്നില്ലല്ലോ. അതാണല്ലോ, ജയശ്രീയും പവിത്രയും ഒന്നും ഇങ്ങോട്ട് കണ്ടില്ലല്ലോ. ഞാൻ വിചാരിച്ചു നിങ്ങൾ മനഃപൂർവ്വം മാറി നിൽക്കുന്നതാണെന്ന്. ദോശമാവ്. സുനന്ദ മഹേഷ്. എല്ലാവരും
നല്ല കറക്റ്റ് ഉത്തരങ്ങളാണ് പറഞ്ഞത്. ഞാൻ അയച്ച മാവ് പൊളിക്കാറായപ്പോഴാണ് അവിടുത്തെ സൗമ്യ കറക്റ്റ്. അപ്പം ത്വയ്ബും അക്കൗണ്ട് തുറന്നു. അങ്ങനെ ഇപ്പോൾ 1 2 3 4 5 6 പേര് അക്കൗണ്ട് തുറന്നിട്ടുണ്ട്. എല്ലാവരും ഇങ്ങോട്ട് വരട്ടെ, എല്ലാവരും വരട്ടെ. ഓക്കെ, കുറയിലങ്ങാട്ടെ വീട്ടിലുണ്ടാവും ഉത്തരം. ജയശ്രീ ചോദ്യം ചോദിക്കാനേ അറിയും സാറേ, ഇത്ര ബുദ്ധിയില്ല അതാ. ഷോ ബുദ്ധി ഉപയോഗിക്കേണ്ട ചോദ്യം ചോദിച്ചാൽ ഞങ്ങൾ ഉത്തരം, അല്ല പുസ്തകത്തിൻ്റെ കാര്യം ചോദിച്ചാൽ ജയശ്രീ പറയും. ശരിയാ, ഞാൻ ആ പെർഫെക്റ്റ് പറഞ്ഞത്. കാണിച്ചു തരാം, അവിവേകം ഒന്നും കാണിക്കരുത്. ഇതൊന്നാമത് എല്ലാവരും പെട്ടെന്ന് ടൈപ്പ് ചെയ്യുമ്പോൾ എത്രയും പെട്ടെന്ന് കിട്ടാൻ വേണ്ടിയിട്ട് ഷോർട്ടായിട്ടാണ് അയക്കുക. അതുകൊണ്ടാണ് പിന്നെ വിവരിച്ചുള്ളത് ഞാൻ ചോദിക്കാത്തത്. ഓക്കെ, അടുത്ത ചോദ്യം ചോദിക്കട്ടെ. വർഷത്തിൽ ഒരിക്കൽ മാത്രം വരുന്ന ഗസ്റ്റ്. വർഷത്തിൽ ഒരിക്കൽ മാത്രം വരുന്ന ഗസ്റ്റ്. കിട്ടിയാ? തൊയ്ബ അടുത്തത് പറഞ്ഞു. വർഷത്തിൽ ഒരിക്കൽ മാത്രം വരുന്ന ഗസ്റ്റ്. ഞാൻ വിചാരിച്ചു മാവേലി മിക്കവാറും വരുന്ന ഉത്തരവായിട്ട്. കുസൃതിയാണ്, കുസൃതി. ഓഗസ്റ്റ്. ശ്രീദേവി ഓഗസ്റ്റ് പറഞ്ഞു. ജയൻ ഓഗസ്റ്റ്. അജിത്തുള്ളൊലി മാവേലി. ജയക ജസ്റ്റിൻ ഓഗസ്റ്റ്. അഞ്ജു രഞ്ജിമ ഓഗസ്റ്റ്. ബിന്ദു രാജേഷ് ഓഗസ്റ്റ്. ജിഷ രജ ഓഗസ്റ്റ്. ക്രിസ്മസ് അപ്പൂപ്പൻ, അത് കറക്റ്റാണ്. മാവേലി. ബബിത സാന്ത ഓഗസ്റ്റ്. അജിത്ത് സാന്താക്ലോസ്. ബ്രീസ ഓഗസ്റ്റ്. പവിത്ര എന്താ പറഞ്ഞു? എന്ത് നല്ല ഗസ്റ്റ്. അതെ, സഹല ഓഗസ്റ്റ്. സൗമ്യ ഓഗസ്റ്റ്. ഇതിന് സമ്മാനം കൊടുക്കണം, ഇല്ലെങ്കിൽ ഞങ്ങൾ സമരം ചെയ്യും. ഏത് മാവേലിക്കാ? അപ്പോൾ എന്താ മാവേലി ഗസ്റ്റ് അല്ലേ നിങ്ങൾക്ക്? കെട്ടിയോനോ? കെട്ടിയോൻ എല്ലാ ദിവസവും വൈകുന്നേരം വരുന്ന ഗസ്റ്റ് കെട്ടിയോൻ അല്ലേ? അപ്പോൾ ശ്രീദേവിയാണ് ഇതിൽ ഫസ്റ്റ് ഓഗസ്റ്റ് എന്നുള്ള ഉത്തരം പറഞ്ഞത്. എൻ്റെ മാമൻ്റെ മോൻ വർഷത്തിൽ ഒരിക്കൽ നാട്ടിൽ വരൂ. അഞ്ചു. ഭാര്യ വീട്ടിൽ വരുന്ന ഭർത്താവ്. ഇനി വരുമ്പോൾ മുട്ടുകാൽ തല്ലി ഓടിക്കണം. ആരുടെ? എവിടെയാണ് വീട്? ശ്രീദേവിയാണ് ആദ്യം പറഞ്ഞത്. അപ്പോൾ ശ്രീദേവിക്ക് 2 പോയിൻ്റായി. അപ്പോൾ അങ്ങനെ 2 പോയിൻ്റോടെ ശ്രീദേവി, ബിന്ദു, വൈശാഖ്, ബ്രീസ എന്നിവർ മുന്നേറുന്നു. അജിത്ത്, ത്വയ്ബ്, ബാക്കിയുള്ള ആരും വിട്ടുകൊടുക്കരുത് കേട്ടോ. അപ്പോൾ ഞാൻ ചോദിക്കാം, അടുത്തത്. ആവി പിടിച്ചപ്പോൾ ഒരാൾ വടിയായി. ആവി പിടിച്ചപ്പോൾ ഒരാൾ വടിയായി. പടച്ചോനെ, എൻ്റെ 30 ചോദ്യം ഞാനിവിടെ വെള്ളം കുടിക്കേണ്ടി വരുമല്ലോ. നമ്മളിൽ ശ്രീദേവിയെ പൂട്ടിയാണ്. നമുക്ക് നോക്കാം. ശ്രീദേവി, നിന്നെ പൂട്ടാനാണ് പരിപാടി. പുട്ട് വന്നു, ശരിയാണ്. അതാ ബിന്ദു രാജേഷ് ആദ്യം പുട്ട് പറഞ്ഞു. ബ്രീസ പുട്ട്. ശ്രീജ പുട്ട്. അജിത്ത് പുട്ട്. ജയൻ കുശലകുമാരി. മഞ്ജുശ്രീമ ആവി പിടിക്കായിരുന്നാ മതി. പുട്ട്. ജിഷ, ശ്രീജ, ലേഖ. എൻ്റെ ത്വയ്ബ, എൻ്റെ തൊട്ടടുത്ത വീട്ടിലെ അപ്പൂപ്പൻ. അങ്ങനെ എന്തിനാണ് ആവിയിലിട്ടത് ത്വയ്ബ? നമ്മുടെ ഗ്രൂപ്പിലെ ആൾക്കാരുടെ ഒരു ബുദ്ധിയായി. ഇതെന്താ എൻ്റെ ഉത്തരം ലാസ്റ്റ് വരുന്നത്? അതാണ് നമ്മുടെ യുവയുടെ അത് നമ്മളെ ചതിക്കുന്നുണ്ടോ തോന്നുന്നു. എല്ലാവരും പുട്ട. അതെ അതെ, ആവി പിടിച്ചില്ലെങ്കിൽ ആരായാലും വടിയാവും. വൈശാഖ് ഡ്യൂട്ടിക്ക് പോകൂ. പേടിക്കണ്ട ബിന്ദു, ഇപ്പം നീയാണ് ലീഡ് ചെയ്യുന്നത്. അപ്പം ബിന്ദു രാജേഷ് അല്ലേ ആദ്യം പുട്ട് പറഞ്ഞത്? ഓക്കെ, അപ്പം പുട്ടാണ്. അപ്പം ബിന്ദു ഇപ്പം 3 പോയിൻ്റായിട്ട് നിൽക്കുന്നു. ഓക്കെ, അടുത്ത ചോദ്യമേ കൂടോത്രം. അടുത്ത ചോദ്യം. ഒരു ബസ്സിൽ നിന്ന് ഇറങ്ങണമെങ്കിൽ ആദ്യം ചെയ്യേണ്ടത് എന്താണ്? ഒരു ബസ്സിൽ നിന്ന് ഇറങ്ങണമെങ്കിൽ ആദ്യം ചെയ്യേണ്ടത് എന്താണ്? ചിരട്ടപ്പുട്ടും ആവി കൊണ്ട് തന്നെയല്ലേ?
ഉം? ഓ, എനിക്ക് വയ്യ. നിങ്ങൾക്കൊന്നും ഉത്തരം തെറ്റൂലേ? ഇപ്പം തെറ്റിക്കും ഞാൻ വലിയ ആളായിട്ട് കാത്തു നിൽക്കുകയാണ്. അപ്പോൾ നോക്കുമ്പോൾ എല്ലാവരും ഉത്തരം ശരിക്കാണ്. ഇപ്പോൾ ഇടുന്ന എല്ലാവരും ശ്രീദേവി തൊട്ട് അജിത്ത്, ബിന്ദു, അഞ്ജു, രഞ്ജിമ, സഹല, മഞ്ജു, വിഷു, ജയൻ, ശിലകുമാരി, ബ്രീസ, നിഷത്. ബസ് നിർത്തണം. ബസ് നിർത്തിയാൽ മാത്രം പോരല്ലോ, കയറണ്ടേ നമുക്കതിൽ. ബസ്സിൽ കയറണം. സൗമ്യ, ബബിത നിർത്തണം. മഞ്ജു ബസ്സിൽ കയറണം. പവിത്ര ബസ്സിൽ കയറണം. വിമിത ബസ് നിർത്തണം. നീതു കയറണം. ശ്രീജ കയറണം. അമ്പോ, വല്ലാത്ത ജാതി മനുഷ്യന്മാർ. അത് തന്നെ. പിന്നെ ജിഷ, റജോ, നെറ്റ്. ഓ, അതന്നെ, പലർക്കും അത് പ്രശ്നമാണ് കേട്ടോ. ട്രെയിനിൽ കയറിയിട്ട് ഓക്കെ നിർത്തിയില്ലെങ്കിൽ എനിക്ക് ഉത്തരം വന്നിട്ടാണ് ചോദ്യം വരുന്നത്. ഇവിടെയുള്ളവർക്കൊക്കെ എന്തോരം ബുദ്ധിയാണ്. കുരുട്ട് ബുദ്ധിക്ക് നമ്മളെ തോൽപ്പിക്കാൻ ആരുമില്ല. ആദ്യം ബസ് ഉണ്ടാക്കണം. അതും ഒരു പോയിൻ്റാണ്. ആദ്യം ബസ് ഉണ്ടാക്കണം. അപ്പോൾ ഇവിടെ ആദ്യം ഉത്തരം പറഞ്ഞത് ശ്രീദേവി അല്ലേ? അതെ, ഉത്തരം പറഞ്ഞത്. എല്ലാവർക്കും എല്ലാം അറിയാം. ഓക്കെ, അപ്പം പുട്ടാണ്, അല്ല, ബസ്സിൽ കയറണം എന്നുള്ളതാണ് ആദ്യ ഉത്തരം. അപ്പോൾ അടുത്ത ചോദ്യം. വെള്ളത്തിൽ ജനനം, വെള്ളം കൊണ്ട് മരണം. വെള്ളത്തിൽ ജനനം, വെള്ളം കൊണ്ട് മരണം. സുനന്ദ മഹേഷ്, കം ടു മൈ ഓഫീസ്. വെള്ളത്തിൽ ജനനം, വെള്ളം കൊണ്ട് മരണം. തീ വെള്ളത്തിൽ ജനിക്കുമോ? അതെങ്ങനെയാണ് വെള്ളത്തിൽ ജനിക്കുന്നത്? മരണം കറക്റ്റാണ്, പക്ഷെ ജനനം തെറ്റിപ്പോയി. ഐസ് ജനനം എന്ന് പറയാൻ പറ്റില്ല. നമ്മളിങ്ങനെ, ശരി. വൈശാഖ് ഉപ്പ്. ശ്രീദേവി നമ്പ്യാർ ഉപ്പ്. മീന് വെള്ളത്തിൽ നിന്ന് പുറത്തിട്ടാലാണ് മീൻ മരിക്കുന്നത്. വെള്ളത്തിൻ്റെ അകത്തോട്ടിട്ടാൽ ഉപ്പ്. അഞ്ചു ഉപ്പ്, ലേഖ മീന്, തീ. പവിത്ര വെള്ളത്തിൽ തീയോ? അതാണ്. സൗമ്യ ഐസ്, സഹല സോൾട്ട്, മഞ്ജു വിഷ്ണു സോൾട്ട്. ഏത് വെള്ളമാണ് ഉദ്ദേശിച്ചത്? കടലിലെ വെള്ളമാണ്. എന്താണെങ്കിലും അത് വെള്ളമാണല്ലോ. സാബിറ ലത്തീഫ് ഉപ്പ്. അപ്പോൾ ഉപ്പാണ്. വൈശാഖിന് കൂടോത്രം വേണ്ടി വരും. ബിന്ദു, നീ അവിടെ നിന്ന് എന്തെങ്കിലും മന്ത്രങ്ങളൊക്കെ ചൊല്ലിക്കോളൂ. സിങ്കിടണം. അഞ്ജുരങ്ങ് ഡ്യൂട്ടിയില്ലേ? ചീഫ് വിളിക്കുന്നു, ചെല്ല്. അതേ, ഡ്യൂട്ടി ഉള്ളവരൊക്കെ വിളിക്കുന്നു, വേഗം ചെല്ല്. ഉപ്പന്മാർ. അതെ. അപ്പോൾ വൈശാഖും 3 പോയിന്റിലേക്ക് എത്തി. ആയിത്തണ്ണൻ ഞാൻ അറിഞ്ഞുകൊണ്ട് പറഞ്ഞ തെറ്റുത്തരം കോപ്പി അടിച്ചു. അമ്പടാ. ഓഹോ, അപ്പോൾ ബോസിനെ വിളിക്കൂ. ബിന്ദു, വൈശാഖിൻ്റെ ബോസിനെ വിളിച്ചോളൂ. ഓക്കെ, അടുത്ത ചോദ്യം. ഏത് ചോദ്യത്തിനാണ് നിങ്ങൾക്കൊരിക്കലും അതെ എന്ന് ഉത്തരം നൽകാൻ കഴിയാത്തത്? അതായത് ഏത് ചോദ്യത്തിനാണ് നിങ്ങൾക്കൊരിക്കലും അതെ എന്ന് ഉത്തരം നൽകാൻ കഴിയാത്തത്? ഏതാണ് ചോദ്യം? മനുഷ്യനും ശരിയല്ലേ? ഉറങ്ങുകയാണോ? വട്ടാണോ? ഉറക്കമാണോ? ഉത്തരം വന്നില്ലല്ലോ. ചോദ്യം കേട്ടില്ലേ? ഏത് ചോദ്യത്തിനാണ് നിങ്ങൾക്കൊരിക്കലും അതെ എന്ന് ഉത്തരം നൽകാൻ കഴിയാത്തത്? ലേഖ ചത്തു. സദാനന്ദ കുമാർ. നിങ്ങൾ മരിച്ചുപോയോ? ചത്തുപോയി. പറയാൻ പറ്റില്ല, ചത്തുപോയില്ലേ? മരിച്ചുപോയോ?
അതും പറയാൻ മരിച്ചു. പിന്നെ മരിച്ചു കഴിഞ്ഞാൽ പിന്നെ ഒരിക്കലും പറയാൻ പറ്റില്ല അല്ലേ. നിങ്ങൾ ഉറങ്ങുകയാണോ മഞ്ജു വിഷ്ണു? ഉറങ്ങിയോ? ശരിയാണ്, ചത്തെന്നുള്ളത് അത് ഇച്ചിരി സാഡായിപ്പോയി. അപ്പോൾ ഉറങ്ങിയോ എന്നുള്ളതാണ് ശരിക്കും കറക്റ്റ് ആൻസർ. സദാനന്ദകുമാറാണ് ഉറങ്ങിയോ എന്നുള്ള ആദ്യം ഉത്തരം പറഞ്ഞത്. ഉറങ്ങിയോ? അപ്പോൾ കുറേ പേരത് ഉറങ്ങിയോ എന്ന് പറഞ്ഞിട്ടുണ്ട്. കുട്ടിക്ക് എന്നെ ഇഷ്ടമാണോന്നോ? ഇത് ആരോടാണ് ഈ ചോദിക്കുന്നത്? അജിത്തെ, നീ ആള് കൊള്ളാലോ. ഇതാരോടാണെന്നും കൂടെ ഒരു അറ്റിട്ടിട്ട് പറഞ്ഞാൽ അവർ പേഴ്സണലായിട്ട് മറുപടി കേൾക്കും കേട്ടോ. അപ്പോൾ അടുത്ത ചോദ്യം ആദ്യം പറഞ്ഞ സദാനന്ദകുമാറാണ്. ഉത്തരം കുട്ടി അതേ എന്ന് പറയാമോ? അടുത്ത ചോദ്യം, എപ്പോഴും ചെവിയിൽ കാൽ വെച്ചിരിക്കുന്നത് ആരാണ്? എപ്പോഴും ചെവിയിൽ കാൽ വെച്ചിരിക്കുന്നത് ആരാണ്? എന്താണ് നോക്കിയേ, വികൃതി അല്ലെങ്കിൽ കുരുത്തക്കേട് എന്നല്ലാതെ എന്തു പറയാനല്ലേ. എപ്പോഴും ചെവിയിൽ കാൽ വെച്ചിരിക്കുന്നത്. അഞ്ജു, രഞ്ജിമ, അജിത്ത്, ലേഖ, ബിന്ദു, ശ്രീദേവി, വിമി, ബ്രീസ, മഞ്ജു, സദാനന്ദ്, സഹല പെന്നോ, ജയൻ കന്നഡ, പവിത്ര കന്നഡ, മഞ്ജു കന്നഡ, കാല് മാത്രമല്ല കമ്മല് കൈയും കാലും ഒക്കെ വെച്ചിട്ടുണ്ടല്ലേ. എല്ലാവരും പറഞ്ഞു. എനിക്കൊന്ന് ശ്വാസം വിടാൻ സമയം തരുന്നില്ല. അതിനു മുമ്പ് ഷട ഞാൻ വലിയ അഹങ്കാരത്തിലാണ് ഇരുന്നത്. എല്ലാവരും ഒന്ന് ആലോചിച്ച് കുഴങ്ങും, ഗൂഗിള് ചെയ്യൂല എന്നൊക്കെ. അയ്യോ ഷെടാ, ഇത് മൂന്നാമത്താണ് കിട്ടിയത്. അതാണ് സജനത്തെ വല്ല GK ക്വസ്റ്റ്യൻ ചോദിച്ചു നോക്കിയാൽ ഞങ്ങൾ ഓടും. അഞ്ജുവിന് മുന്നെയാണ് എൻ്റെ ആൻസറിനോ? പക്ഷെ അഞ്ജുവിന് മുന്നെയാണ് അല്ലേ. ഞാൻ അഞ്ജു രഞ്ജിമയുടെയാണ് ആദ്യം കണ്ടത്. വൈകിയാണ് വരുന്നത്. എനിക്കിവിടെ ആദ്യം വന്നത് അഞ്ജുവിൻ്റെ ആണ്. ശ്രീദേവിയെ പൂട്ടിയിടാൻ. ശ്രീദേവിക്ക് 3, അങ്ങനെ അഞ്ജു തൽക്കാലം അക്കൗണ്ട് തുറന്നിട്ടുണ്ട്. അപ്പം അടുത്തത് ഞാൻ ചോദിക്കാം, വെട്ടും തോറും നീളം കൂടുന്നത് എന്താണ്? വെട്ടും തോറും വെട്ടും തോറും കൊട്ടേഷൻ കൊടുക്കണം. അഞ്ജു ഫസ്റ്റ്. അതെ, ഓക്കെ. വെട്ടും തോറും നീളം കൂടുന്നത് എന്താണ്? ശ്രീദേവി റോഡ് പറഞ്ഞിട്ടുണ്ട്. കുഴി അജിത്ത് പറഞ്ഞു. മുടി അങ്ങനെ മുടി മാത്രമല്ല, നഖം, അതൊക്കെ അത് വെട്ടുമ്പോൾ കുറയുമല്ലോ. ഇതങ്ങനെയല്ല, വെട്ടുമ്പോൾ തന്നെ വലുതായിയാണ് വരുന്നത്. അപ്പം വേറെ എന്തെങ്കിലും ഉത്തരങ്ങളുണ്ടോ? വെറൈറ്റി ഉത്തരങ്ങളൊന്നും വന്നില്ല. എല്ലാവരും ഏകദേശം മുടി, വഴി, കുഴി അതൊക്കെ തന്നെയാണ് പറഞ്ഞത്. വഴി പവിത്ര, ഉണ്ണി, സദാനന്ദ് മുടിയാണ് പറഞ്ഞത്. സൗമ്യ കുഴി, ബിന്ദു മുടി, പെൻസിലിൻ്റെ മൊന. അത് പിന്നെ അതൊക്കെ പിന്നെയല്ലേ വലുതായി വരുന്നത് അല്ലേ. പിന്നെ അത് കുറച്ച് കഴിയുമ്പോൾ അത് ഒടിഞ്ഞും പോവും. മുടിയും പിന്നീടാണ് വലുതായി വരുന്നത്. നഖം, റോഡ്, വൈ, സഹല. ഓക്കെ. അപ്പം വഴിയാണ് ശരിക്കുള്ള ഉത്തരം. അപ്പോൾ അത് ശ്രീദേവിയാണ് ആദ്യം പറഞ്ഞത്. ഓക്കെ. ഇനി സമയം എത്രയുണ്ട്? എൻ്റെ ചോദ്യങ്ങളൊക്കെ ഞാൻ അവസാനം രണ്ടാമത് എടുത്തുകൊണ്ട് വരേണ്ടി വരുമോ? അടുത്തത്, മനുഷ്യന്മാർ താമസിക്കുന്ന വനം. മനുഷ്യന്മാർ താമസിക്കുന്ന വനം. മനുഷ്യന്മാർ താമസിക്കുന്ന വനം.
ശ്രീദേവിയെ പൂട്ടിയിടാൻ മണിച്ചിത്രത്താഴം എടുത്തോണ്ട് വാ, നമുക്ക് പൂട്ടാം. മനുഷ്യന്മാർ താമസിക്കുന്ന വനം. കിണർ. ബിന്ദു ആണെന്ന് തോന്നുന്നു ആദ്യം പറഞ്ഞത് അല്ലേ? ഭവനം ബിന്ദു പറഞ്ഞിട്ടുണ്ട്. അവിടെ നിന്ന് അഞ്ജു, രഞ്ജിമ, ബ്രീസ, ലേഖ എല്ലാവരും ഒന്നിച്ച് പറഞ്ഞാണ്. പക്ഷെ ഇങ്ങോട്ട് എത്തിയത് ആദ്യം ബിന്ദുവിൻ്റെയാണ്. മഞ്ജു, ജൂല വി ഗോപാൽ എന്താണ് പറഞ്ഞത്? വൃന്ദാവനം. സദാനന്ദ ഭവനം. ശ്രീജ, സാബിറ, ലത്തി. ഹലോ സാബിറ, ആദ്യത്തെ ഉത്തരവാണ് തോന്നുന്നല്ലേ? ഡ്രില്ലിങ് തുടങ്ങി, അതാണ് ഇവിടെ പണി. ഇവിടെ ഡ്രില്ലിങ് മാത്രമല്ല, ഇന്ന് രാവിലെ വെള്ളവും ഇല്ല. ഭവനം. ബിന്ദു ചേച്ചി ഫസ്റ്റ്. അതെ, ആരോ അവിടെ ഡ്രിൽ ചെയ്യുന്നു, അതാണ് മുകളിൽ പണി നടക്കുന്നതാണ്. ബിന്ദു ചേച്ചി ഉണ്ണിയേട്ടൻ വിളിക്കുന്നത്. ഷോ, നിങ്ങൾക്ക് ഡിസ്റ്റർബൻസ് ആകുന്നുണ്ടാ? ഒരു പെട്ടെന്ന് ഇത് തുടങ്ങി. സ്ക്രൂ അമ്പടാ. ഓക്കെ, അടുത്ത ചോദ്യം ചോദിക്കട്ടെ. അപ്പോൾ ഇപ്പോൾ ഇത് കിട്ടിയത് ബിന്ദുവിനല്ലേ? അതെ. അടുത്തത് ഞാൻ ചോദിക്കാം. ഓക്കെ. ആണുങ്ങൾക്ക് 1 പെണ്ണുങ്ങൾക്ക് 2 ഉള്ളത് എന്താണ്? ആണുങ്ങൾക്ക് 1 പെണ്ണുങ്ങൾക്ക് 2 ഉള്ളത് എന്താണ്? പ്രവർത്തിപ്പിക്കുന്ന യന്ത്രം നിർത്തിച്ചു. വവ്വൽ. ബിന്ദു രാജേഷ് ണ, വൈശാഖ് വവ്വൽ, ബ്രീസ ണ, അഞ്ജു രഞ്ജിമണ, സ്ത്രീ. കുട്ടിയതിന് വേണ്ടാത്തൊക്കെ ചിന്തിക്കുന്നത്. ഞാൻ നേരെയാണ്. അജിത്തണ, പവിത്ര, സഹലണ. കണ്ടോ, നല്ല മര്യാദക്കുള്ള കുട്ടികളൊക്കെ ഉത്തരം പറയുന്നുണ്ടോ? ശബായി, സാബിറണ, ശ്രീജ ണ, ജുലാവി ഗോപാൽ ണ. അവിടെ ആങ്ങളയുടെ മോനുണ്ടാവാൻ കേട്ടോ, എന്ത് വിജയം. അവനെ പൂട്ടിയിട്ടപ്പുറത്ത്. സൗമ്യ, ബുദ്ധി. എൻ്റെ സൗമ്യ, അതെനിക്കിഷ്ടപ്പെട്ടു കേട്ടോ. ആണുങ്ങൾക്കൊന്നും പെണ്ണുങ്ങൾക്ക് 2. അത് നേരാണ്. നമുക്കിച്ചിരി ബുദ്ധി കൂടുതലാണല്ലേ? അപ്പോൾ ഈ ആദ്യം പറഞ്ഞത് ആരാണ്? ബിന്ദു അല്ലേ? ബിന്ദു രാജേഷ്. ഇനിയിപ്പോൾ പറഞ്ഞ മാതിരി പറഞ്ഞ മാതിരി ബിന്ദുവിനെ ഉണ്ണിയേട്ടൻ വിളിക്കുന്നത് എന്ന് പറയും. ഇപ്പോൾ ഉണ്ണിയേട്ടനെ കൊണ്ട് ആരെങ്കിലും വിളിപ്പിക്കും കേട്ടോ. അപ്പം സജനത്തെ വഴി. അയ്യോ പാവം, പ്രായപൂർത്തിയാവാത്തൊരു ചെറിയ കുട്ടി. 17 ആയത്. അടുത്ത വർഷം പ്രായപൂർത്തിയാവും. അപ്പം ഇപ്പോഴേ ഇത് പഠിച്ചു വെക്കാം. അയ്യോ, ശ്രീദേവി നമ്പിയോ കറണ്ട് പോയി, ലൈവ് ലേറ്റായി. ഓക്കെ. ശ്രീദേവി നല്ല മുന്നേറി വരികയായിരുന്നു. ഇനിയുണ്ട് ചോദ്യം. അപ്പോൾ ണായാണ് ഉത്തരം. ഇനി അടുത്തത്. എപ്പോഴും നിങ്ങളുടെ മുന്നിലുള്ളത് എന്നാൽ കാണാൻ കഴിയാത്തത് എന്താണ്? എപ്പോഴും നിങ്ങളുടെ മുന്നിലുണ്ട്, പക്ഷെ നിങ്ങൾക്ക് കാണാൻ കഴിയില്ല. അതെന്താണ്? പറയൂ. നന്ദി KCB. എപ്പോഴും നിങ്ങളുടെ മുമ്പിലുണ്ട്, പക്ഷെ അത് കാണാൻ കഴിയില്ല. അപ്പോൾ കണ്ണ്, ഭാവി, ഹീര, അഞ്ജു, ഭാവി, നീയ, കണ്ണുകൾ, ഭാവി, കണ്ണ്, വായു, മൂക്ക്, ഭാവി, ഫ്യൂച്ചർ, കണ്ണ്, വായു പിന്നിലും ഉണ്ടാകും. മുഖക്കുരു, അത് കണ്ണാടിയിൽ നോക്കിയാലൊക്കെ കാണാമല്ലോ. ഇത് കണ്ണാടിയിൽ നോക്കിയാലും കാണാൻ പറ്റൂല. അതാണ് അതിൻ്റെ ഒരു ഇത്. ഇത് നന്ദേച്ചി ചോദിച്ചതാണ്. ഭാവി, അത് ശരി, ഭയങ്കര ബുദ്ധിയാണ്.
മീശ കണ്ണാടി നോക്കിയാൽ മതി അജിത്തെ. താടി ഇതൊക്കെ കണ്ണാടി നോക്കിയാൽ കാണാം കേട്ടാ. ഇത് കണ്ണാടി നോക്കിയാലും കാണാൻ പറ്റൂല. അപ്പോൾ ബ്രീസയാണ് ഇതിൻ്റെ ഉത്തരം ആദ്യം പറഞ്ഞത്. അപ്പം ബ്രീസയ്ക്ക് 3 പോയിന്റ് ആയിട്ടുണ്ട്. മീശ അതെ, കുറേ ആയി. ഇനി കാണാൻ പറ്റാത്ത, ഇനി വേറൊന്നും വിളിച്ച് പറയല്ലേ കാണാൻ പറ്റാത്ത സാധനങ്ങളൊക്കെ. പണ്ടത്തെ ഒരു പാട്ടില്ലേ, കണ്ണീനും കണ്ണാടിക്കും കാണാത്തിടത്തൊരു കസ്തൂരി മറുകുള്ള വർണ്ണക്കിളി എന്ന് പറഞ്ഞ പോലെ അങ്ങനെയൊക്കെ വല്ലതൊക്കെ എടുത്തോണ്ട് വരല്ലേ. തൽക്കാലം ഭാവിയാണ് നമ്മുടെ മുമ്പിലോട്ടാണല്ലോ ഭാവിയുള്ളത്. പക്ഷെ നമുക്ക് കാണാൻ പറ്റില്ല. ശ്വാസം മുമ്പിൽ മാത്രമല്ല കുഞ്ഞെ, എല്ലായിടത്തും ഉണ്ട്. എല്ലായിടത്തേക്കും ശ്വാസം ഇങ്ങനെ പോകും, മുമ്പിലോട്ട് മാത്രമല്ല. അപ്പം അടുത്തത് ചോദിക്കട്ടെ. സമയം എങ്ങനെയും കൊണ്ടോണ്ടേ കുട്ടി. എൻ്റെ ട്രേഡ് സീക്രട്ടൊക്കെ പുറത്ത് വിടല്ലേ എൻ്റെ മഞ്ജു. ഓക്കെ, അടുത്തത് തിന്നാൻ പറ്റുന്ന നിറം. പെട്ടെന്ന് പറഞ്ഞോ, തിന്നാൻ പറ്റുന്ന നിറം എന്താണ്? തിന്നാൻ പറ്റുന്ന നിറം. തിന്നാൻ പറ്റുന്ന നിറം. പിറകിലെ ഭൂതത്തേക്കാണ്. മാൻ കുരുന്നാണ്. വൈശാഖ് ജയ് ഓറഞ്ച് അതാ വന്നു. ഓറഞ്ചുകൾ ഇങ്ങനെ അതെ. ഇനിയിപ്പോൾ ഓറഞ്ച് കൊട്ട നിറയും. അജിത്ത്, അഞ്ജു, ലേഖ, ബിന്ദു, ജയൻ, സഹല, സൗമ്യ, നിഷിബ, അഞ്ജു, രഞ്ജിമ, ശ്രീജ, അജിത്ത്, സദാനന്ദ്. ചില ഓറഞ്ചിൻ്റെ പടം തന്നെ ഇട്ടു തന്നു. യു അഗെയിൻ. ദേ ഓറഞ്ച് വീണു തുടങ്ങി. അത് തന്നെ, ഓറഞ്ചിൻ്റെ കൊട്ടകൾ നിറഞ്ഞു. വൈശാഖാണ് ആദ്യം ഓറഞ്ചും കൊണ്ടുവന്നത്. ഞാനാണ് ആദ്യം? ലേഖയാണോ? എനിക്ക് വൈശാഖിൻ്റെയാണ് കണ്ടത്. വേഗം സംശയം തീർത്തു തരൂ. ഷോ, ഇതെല്ലാവരും കൂടെ ഒന്നിച്ചു പറഞ്ഞാൽ ഞാൻ ലേഖ എൻ്റെ പകുതി എടുത്തോ. ശ്രുതി, ശ്രീധര ഓറഞ്ച്. ഓക്കെ, അപ്പം എനിക്ക് ഐത്തേട്ടനാണ്. ഇത് ഓറഞ്ചോ? ഒരു പാട്ട് കൂടി പാടും. ഇല്ല, ക്വസ്റ്റ്യൻ ഉണ്ട്, ഇപ്പം പറയാം. അപ്പോൾ ഇത് വൈശാഖാണ് പറഞ്ഞത്. വൈശാഖിന് 4 പോയിന്റ് ആയിട്ടുണ്ട്. ഇപ്പം 5 പോയിന്റുമായിട്ട് ബിന്ദുവാണ്. ഓറഞ്ചിൻ്റെ തൊലി നല്ലതാണ്. ഓറഞ്ചിൻ്റെ തൊലി നല്ല മുഖമൊക്കെ തിളങ്ങാനായിട്ട് നല്ലതാണ് ലേഖ. നമുക്ക് പൊടിച്ച് ഇടാം. ബിന്ദു രാജേഷാണ് ഇപ്പം 5 പോയിന്റോടെ ലീഡ് ചെയ്യുന്നത്. ശ്രീദേവി, വൈശാഖ് തൊട്ട് പുറകിൽ 4 പോയിന്റ് ആയിട്ടുണ്ട്. ബ്രീസ 3 പോയിന്റുണ്ട്. അജിത്ത്, തൈബ്, സദാനന്ദൻ, അഞ്ജു, രഞ്ജിമൊക്കെ ഓരോരോ പോയിന്റേ. അത് കൊള്ളാം. കണ്ണിലേക്ക് പീച്ചി കൊടുത്താൽ ശരിക്ക് നീറിപ്പോവും അല്ലേ. അപ്പം അടുത്തത് കരഞ്ഞുകൊണ്ട് പണിയെടുക്കുന്നത് ആരാണ്? കരഞ്ഞുകൊണ്ട് പണിയെടുക്കുന്നത് ആരാണ്? ഇപ്പം പലരും പറയും ഞാനാണെന്ന് പറയും. സ്വന്തം കരഞ്ഞുകൊണ്ട് പണിയെടുക്കുന്നത് ആരാണ്? കരഞ്ഞുകൊണ്ട് പണിയെടുക്കുന്നത് ആരാണ്? അഞ്ജു, രഞ്ജിമ, സവാള അല്ല. ഉള്ളി മുറിക്കുന്നവരല്ല. എൻ്റെ മോള്. മിക്സി അല്ല. ഇതുവരെ വന്നിട്ടില്ല. പോരട്ടെ. സിനിമാ നടിമാരാ? സവാള കരയിപ്പിക്കലല്ലേ. ലേഖ ഞാൻ, അത് ഞാൻ എപ്പോഴേ പറഞ്ഞില്ലേ. പലരും ഞാനെന്നായിരിക്കും പറയാം. മിക്സി അല്ല. ഉള്ളി മുറിക്കുന്നവർ അല്ല. കുക്കർ ഞാൻ. മഴ. ജോലി ചെയ്യുന്നത്. സ്വന്തം ജോലി ചെയ്യുമ്പോൾ അത് കരയും. കിണറിൻ്റെ കപ്പിയും കയറും. കരയണമെങ്കിൽ കണ്ണീന്ന് വെള്ളം വരണം. കയറുന്നമ്മ. ഈർച്ചവാള്. ആംബുലൻസ് ഡ്രൈവർ. അയാളെന്തിനാണ് കരയുന്നത്? കഷ്ടം. പൈപ്പ് അല്ല.
നിഷ ശ്രീജിത്ത്. ആംബുലൻസ് ഡ്രൈവർ പോരട്ടെ. ഉത്തരം വന്നിട്ടില്ല കേട്ടോ ഇതുവരെ. അയ്യോ, ഉത്തരം ലേറ്റ്. ഓ, സന്തോഷമായി. എൻ്റെ മനസ്സ് ഇത്തിരി നിറഞ്ഞു. ഒരെണ്ണമെങ്കിൽ ഇച്ചിരി ആൾക്കാർക്ക് കഷ്ടമുണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട്. കരഞ്ഞുകൊണ്ട് പണിയെടുക്കുന്നവർ. അറിയില്ലെങ്കിൽ ക്ലൂ വേണോ? ക്ലൂ 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 വേണോ? ക്ലൂ പറയട്ടെ. ക്ലൂ ക്രെയിൻ അല്ല. ഈ കണ്ണിന്ന് വെള്ളം വരണ്ടേ അത് ജോലി എടുക്കുമ്പോൾ? ക്ലൂ വരട്ടെ. നമ്മൾ സാധാരണ കരണ്ട് പോകുമ്പോൾ ഉപയോഗിക്കുന്ന സാധനം. പൊതുവെ അപ്പോഴാണ് അത് ഉപയോഗിക്കാറ്. പവർ കട്ട് സമയത്തൊക്കെ നമ്മൾ ഉപയോഗിക്കുന്നതാണ്. അത് പാവം ജോലി എടുക്കുമ്പോൾ കരയും. അജിത്ത്. ഇപ്പം എല്ലാവർക്കും കിട്ടിയല്ലേ? അപ്പം അജിത്ത് മെഴുകുതിരി, സൗമ്യ ഹീര, വൈശാഖ്, അഞ്ജു, സഹല, ജയശ്രീ ഷവർ, ലേഖ മെഴുകുതിരി, രമ്യ മെഴുകുതിരി, സദാനന്ദ മെഴുകുതിരി. നിഷ ഫാനോ? അതെങ്ങനെയാണത്? മെഴുകുതിരി, ക്യാൻഡിൽ, ശ്രുതി. ഉത്തരം അങ്ങനെ ലേറ്റായി വന്നു. ഓ, സമാധാനം. ഒരെണ്ണമെങ്കിലും ഇത്തിരി ലേറ്റ് ആയല്ലോ. ജുല മെഴുകുതിരി. അപ്പം മെഴുകുതിരിയാണ് ഉത്തരം. അപ്പം അത് ഫസ്റ്റ് പറഞ്ഞത് അജിത്താണ്. അപ്പം മെഴുകുതിരി. ഓക്കെ. അപ്പം അടുത്തത് ചോദിക്കട്ടെ. അടുത്തത്, തലയുള്ളപ്പോൾ ഉയരം കുറവ്, തലയില്ലാത്തപ്പോൾ ഉയരം കൂടുതൽ. തലയുള്ളപ്പോൾ ഉയരം കുറവ്, തലയില്ലാത്തപ്പോൾ ടപ്പെന്ന് പറഞ്ഞാൽ അയ്യടാ, അജിത്തിന് പിന്നെ ഞാനാ പറഞ്ഞു തന്നു. ഇവിടെ ആദ്യം അജിത്തിൻ്റെയാണ് വന്നത്. ഒരിക്കൽ പണിയെടുക്കുന്ന പെട്ടെന്ന് ഉത്തരം. പെട്ടെന്ന് ഉത്തരം പറയാതിരിക്കാനാണത്. അപ്പോൾ അടുത്തതാണേ. അടുത്തത്, തലയുള്ളപ്പോൾ ഉയരം കുറവ്, തലയില്ലാത്തപ്പോൾ ഉയരം കൂടുതൽ. തലയുള്ളപ്പോൾ ഉയരം കുറവ്, ഇല്ലാത്തപ്പോൾ ഉയരം കൂടും. പേനയല്ല, തല വേണം. അവിടെ ഒരു തല വേണം. തല ചിന്തിക്കൂ. തലയുള്ളപ്പോൾ അതിൻ്റെ ഉയരം കുറയും, തലയില്ലാത്തപ്പോൾ ഉയരം കൂടും. ആലോചിക്കൂ. ഇപ്പോൾ വന്ന ഉത്തരം വന്നിട്ടില്ല കേട്ടോ. തലയാണ് അതിൻ്റെ ക്ലൂ. തല. നമ്മുടെ തല, ശരിക്കുള്ള തല. തലയുള്ളപ്പോൾ അതിന് ഉയരം കുറയും. തലയുള്ളപ്പോൾ ഉയരം കുറയും, തലയില്ലാത്തപ്പോൾ ഉയരം കൂടും. ഉത്തരം വന്നു കഴിഞ്ഞു. തലയിണ. കാരണം നമ്മുടെ തല വെക്കുമ്പോൾ അതിൻ്റെ ഉയരം കുറയും, നമ്മൾ തലയെടുക്കുമ്പോൾ ഉയരം കൂടും. തലയുള്ളപ്പോൾ ഉയരം കുറവ്, തലയില്ലാത്തപ്പോൾ ഉയരം കൂടുതൽ. അതാണ് ഞാൻ തല ഒരു ക്ലൂ ആയിട്ട് പറഞ്ഞത്. അപ്പോൾ തല വെക്കുമ്പം അതിൻ്റെ ഉയരം കുറയുമല്ലോ, തലയെടുക്കുമ്പോൾ ഉയരം കൂടും. അപ്പോൾ അത് കുറേ പേര് ഇപ്പോൾ ഉത്തരം പറയുന്നുണ്ട്. ജുല, സൗമ്യ, വിമിത, ശ്രീദേവി, സൗമ്യ മഞ്ഞ്, അജിത്ത്. അമ്മേ, എന്ത് പറ്റി അജിത്ത്? തലവേദന എടുത്തു പോയോ? ഐക്യു കൂടി. അതന്നെ. എങ്ങനെയെങ്കിലും നിങ്ങളെയൊക്കെ ഒന്ന് വെള്ളം കുടിപ്പിക്കാൻ 1-2 ചോദ്യത്തിലെങ്കിലും പറ്റിയതിൽ എനിക്ക് സമാധാനമുണ്ട്. എൻ്റെ ചോദ്യങ്ങൾ തീർന്നാണ് ആദ്യം നോക്കട്ടെ. ഇല്ല, തീർന്നിട്ടില്ല. 2-3 ചോദ്യം കൂടെ ഉണ്ട്. അപ്പോൾ അതൊക്കെ ചോദിക്കാമല്ലോ.
കാല് വെച്ചാലും ഉയരം കുറയും. തലേണ കയറി നിൽക്കല്ലേ കുട്ടി. പിന്നെ എങ്ങനെ നമ്മളവിടെ തല വെക്കും? അപ്പോൾ തലേണയാണ്. അപ്പോൾ ഉത്തരം വന്നത് ബിന്ദു രാജേഷിനാണ്. ബിന്ദു 2, 4, 6 പോയിൻ്റായിട്ട് ബിന്ദു ഇങ്ങനെ മുന്നേറുകയാണ്. അപ്പോൾ ഇനി ഒരു 3 ചോദ്യം കൂടെ ചോദിക്കാനുള്ള സമയമുണ്ട് അല്ലേ? സമയം തീരാറാകുമ്പോൾ എനിക്കൊരു ടൈം അലേർട്ട് തരണേ. ഇപ്പോൾ വന്നതേ ഉള്ളൂ ഉയരം എന്ന് കേട്ടതുകൊണ്ട് കണ്ണൻ ദേവൻ എന്ന് പറയാം. അത് ഉയരം കൂടുന്തോറും രുചി കൂടും അല്ലേ? അതാണ് കണ്ണൻ ദേവൻ. അടുത്ത ചോദ്യം. വിത്തും തൊലിയും ഒന്നുമില്ലാത്ത പഴം. വിത്തും തൊലിയും ഒന്നും ഇല്ലാത്ത ഒരു പഴം. എന്നെ വിജയം നിർത്തിക്കും. ബാക്കിയുള്ളവർക്കും കൂടെ ഒന്ന് ചാൻസ് കൊടുക്കട്ടെ. തൊട്ടുപുറകിൽ ശ്രീദേവി, വൈശാഖ് എല്ലാം ഉണ്ട്. അവരൊക്കെ ഒന്ന് ആഞ്ഞു പിടിച്ചോ. ബ്രീസ, അവരൊക്കെ ആഞ്ഞു പിടിച്ചോ. ആഹാ, വൈശാഖ് ഞാനൊരു തമാശ പറഞ്ഞാണ്, അതങ്ങ് കാര്യമായിട്ട് എടുത്തോ. ആലിപ്പഴം. ചളിറാണി ബിന്ദു, അജിത്ത് ആലിപ്പഴം പറഞ്ഞു, സഹല ആലിപ്പഴം പറഞ്ഞു. എല്ലാവരും കറക്റ്റ് ഉത്തരം പറയുന്നുണ്ട് കേട്ടാ. പക്ഷെ ആഞ്ഞു പിടിക്കാൻ പറഞ്ഞത് വൈശാഖ് സീരിയസ് ആയിട്ട് എടുത്തു. ബിന്ദു തന്നെ ഇപ്പോൾ ഓടിക്കും ഇവിടെ നിന്ന്. വേഗം നിർത്താൻ പറഞ്ഞിട്ട് കേട്ടില്ല ജനത. ഇങ്ങേരെയും പൂട്ടിയിട്ട് ആരെ? അപ്പോൾ നമുക്ക് ബിന്ദുവിനെ വൈശാഖിനെ അങ്ങ് പൂട്ടിയിട്ടാലോ? ആലിപ്പഴം, ഷീജ ആലിപ്പഴം എല്ലാം കറക്റ്റാണ്. ഇന്ന് വൈശാഖിന് ഡ്യൂട്ടി ഇല്ലേ? സത്യം, വൈശാഖ് ഡ്യൂട്ടിയിൽ ഇടയ്ക്ക് ഇരുന്നിട്ടാണ് ചെയ്യുന്നത്. അതവിടെ വൈശാഖിൻ്റെ ബോസിനെ ഇപ്പം തന്നെ അറിയിക്കണം. അയ്യോ, ശ്രീദേവിയും ഇപ്പോൾ തൊട്ട് പറയലുണ്ടായിരുന്നു. ശ്രീദേവി നെറ്റ് പലപ്പോഴും ചതിക്കാറുണ്ട്. അപ്പോൾ പെട്ടെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ അടുത്ത ചോദ്യം കൂടെ ചോദിക്കാം. ഓക്കെ, ചോദിക്കട്ടെ. വാഹനങ്ങൾ പോകാത്ത റൂട്ട്. ബോസിന് മലയാളം അറിയില്ലേ? വൈശാഖിൻ്റെ ടീമിൽ ചേരും. ഓക്കെ, വാഹനങ്ങൾ പോകാത്ത റൂട്ട് വേഗം പറഞ്ഞോ. ഹീര എസ് പറയും. പുതിയൊരാളും കൂടെ വന്നു. അഞ്ജു, രഞ്ജിമ, വൈശാഖ്, ലേഖ, ആരോ റൂട്ട്, ബീറ്റ് റൂട്ട് ഒക്കെ കറക്റ്റാണ്. ഇന്നലെ ഞാൻ എൻ്റെ ഇക്കാനോട് ചോദിച്ചപ്പോൾ ഇക്ക പറഞ്ഞത് സ്ക്വയർ റൂട്ട് എന്നാണ്. ഇന്നലെ ഈ ചോദ്യമൊക്കെ ചോദിച്ച് എൻ്റെ കെട്ടിയവൻ തലകുത്തി വീണു. നിനക്ക് സുഖം തന്നെ അല്ലേന്ന് ചോദിച്ചു. മരുന്ന് കഴിക്കാൻ മറന്നോ എന്നൊക്കെ ചോദിച്ചു. ഞങ്ങളുടെ കുന്നംകുളം റൂട്ട് ഞാൻ ആദ്യം ആരോ റൂട്ട് പറഞ്ഞതാ. അതിന് മുമ്പ് ബീറ്റ് റൂട്ട് പറഞ്ഞു ലേഖ. ഇക്കാക്ക് കണക്ക്. അയ്യോ, അപ്പോൾ ഇനി അടുത്ത് എന്താണ്? വേരോ? ലാസ്റ്റ് നാട് വിട്ടോ? വിടുമെന്ന് തോന്നുന്നു. അടുത്ത ചോദ്യം ചോദിക്കട്ടെ. നമ്മുടെ സമയം തീരാറായി. പരീക്ഷയുടെ അവസാനം എന്താണ്? അതിനും പോയിന്റ് കൊടുക്കൂ. രണ്ടിനും കൊടുക്കണോ പോയിന്റ്? രണ്ടിനും പോയിന്റ് കൊടുക്കണമെങ്കിൽ രണ്ടും കറക്റ്റാണ്. ഓക്കെ, ആദ്യം പറഞ്ഞവരാണ് മഹേഷ് ശിവരാമപിള്ള. മഹേഷ് ശിക്ഷ പറഞ്ഞു. വൈശാഖ് എമ്മോ? അങ്ങനെ എമ്മോന്ന് പരീക്ഷ. ബിന്ദു കറക്റ്റാണോ? ബിന്ദു അവളല്പം വൈകിപ്പോയി. ബിന്ദു. ബ്രീസ,
ശ്രീദേവി ഇക്ഷ, നിഷിബ ഇക്ഷ. ഈര റിസൾട്ട്. അത് അടിപൊളി, അത് അടിപൊളി റിസൾട്ടാണ്. റിസൾട്ട് വരുന്നത് ഇക്ഷ. മഞ്ജു ഇക്ഷ, ഷിജു, വൈശാഖ്, ശ്രുതി, ശ്രീജ, സാബിറയും റിസൾട്ടാണ്. ഇപ്പോൾ 10ലെയും 12ലെയൊക്കെ റിസൾട്ട് അതിൻ്റെ മക്കളൊക്കെ നല്ല മാർക്ക് വാങ്ങിച്ചിട്ടുണ്ടാവും. അതായിരിക്കും ഈ റിസൾട്ട് എന്ന് പറഞ്ഞാൽ. വേഗം ചോദിക്കും ഫുഡ് കഴിക്കണം. അതായത് നേരത്തെയും പറഞ്ഞല്ലോ, തീരാറായി. പവിത്ര ഉണ്ണി റിസൾട്ട്. ജുല ഷാ. മുട്ട 5 രഞ്ജിമ മുട്ട ഇക്ഷ. ഇതാണ് ഇഞ്ഞ വരപ്പിക്കൽ. അതെ അതെ അതെ, ഇതാ ഇഞ്ഞ മുട്ട എന്നാണെങ്കിൽ അതെനിക്ക് ഇഷ്ടപ്പെട്ടു. അപ്പോൾ ആദ്യം പറഞ്ഞത് മഹേഷ് ശിവരാമ പിള്ളയാണ് ഇക്ഷ പറഞ്ഞത്. അപ്പം ഇനി ലാസ്റ്റ് ഒരു ചോദ്യം കൂടെ. 11:29 അല്ലേ, ഇവിടത്തെ ഇപ്പം 1 മണി ആവാറായല്ലോ നാട്ടിൽ. അപ്പം ഇതൊരു ഭക്ഷണ സാധനം. നമ്മൾ ഉപയോഗിക്കുന്നതിന് മുമ്പ് അത് പൊട്ടിക്കും. പൊട്ടിച്ച് കഴിഞ്ഞിട്ടാണ് നമ്മളത് ഉപയോഗിക്കുന്നത്. പൊട്ടിച്ചിട്ട് ഉപയോഗിക്കും. പൊട്ടിച്ചിട്ട് ഉപയോഗിക്കുന്ന ഒരു സാധനം. എൻ്റെ എല്ലാ ക്വസ്റ്റ്യനും, എൻ്റെ ആവനാഴിയിലെ അമ്പുകളൊക്കെ തീർന്നു. അപ്പോൾ അതുകൊണ്ട് 1-2 ചോദ്യം കൂടെ ഉണ്ട്. സമയം ഉണ്ടെങ്കിൽ 1-2 ചോദ്യം കൂടെ ചോദിക്കാം. അഞ്ജു രഞ്ജിമ ഉത്തരം പറഞ്ഞല്ലോ. മുട്ടയാണ് ഉത്തരം. അല്ല, മഞ്ജു തന്നെയല്ലേ ആദ്യം പറഞ്ഞത്? മഞ്ജു മുട്ട. മഞ്ഞ റംസീന എക്സാം മാണ്ട പോയിന്റ് കല്ലിവല്ലി. ഇംഗ്ലീഷിൽ ആദ്യം കണ്ടിട്ടുണ്ട്. എക്സാം കടുക് പൊട്ടിക്കും. പൊടികളുടെ പാക്കറ്റ്, കവർ പൊട്ടിച്ചിട്ടു, പിസ്ത, മുട്ട. ഞാൻ നോക്കിയെടുത്ത മുട്ടയാണ്. പിന്നെ നിങ്ങൾ പറയുന്നതിലൊക്കെ ആലോചിച്ച് നോക്കുമ്പോൾ കടുകും പിസ്തയും എല്ലാം പൊട്ടിച്ചാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ തൽക്കാലം ഉത്തരം പറഞ്ഞത് അഞ്ജു രഞ്ജിമല്ലേ, അഞ്ജുവിന് കൊടുക്കാം. ഓക്കെ, ലാസ്റ്റ് ഞാനൊരു ചോദ്യം കൂടെ ചോദിക്കട്ടെ. സമയത്തെ മുറിച്ചാൽ എന്ത് കിട്ടും? സമയത്തെ മുറിച്ചാൽ എന്ത് കിട്ടും? വേഗം പറഞ്ഞു. സമയത്തെ മുറിച്ചാൽ എന്ത് കിട്ടും? സമയത്തെ മുറിച്ചാൽ എന്ത് കിട്ടും? വെളിച്ചെണ്ണയുടെ കവർ. ബിന്ദുവാണോ മുട്ട പറഞ്ഞേ? അയ്യോ, ബിന്ദുവാണല്ലേ മുട്ട പറഞ്ഞത്. എന്നാൽ ഞാൻ കാണാത്തായിട്ടു കേട്ടോ. അതാ, സമയത്തെ മുറിച്ചാൽ അത് ടൈം പീസ്. അതും ബിന്ദു തന്നെ. ഈ ബിന്ദുവിൻ്റെ ഫുജേറയിലത്തെ ഇതൊന്ന് ചെക്ക് ചെയ്യണം. നെറ്റ് മഴ വന്നപ്പോൾ അതിൽ ഡബിൾ സ്പീഡായെന്ന് തോന്നുന്നു. ടൈം പീസ്. സാബിറ ലത്തീഫ്. മതിയോ? ലാസ്റ്റ് ഒരു ചോദ്യം കൂടെ ചോദിക്കണമെങ്കിൽ ചോദിക്കാം. തേങ്ങയുടെ ചിരട്ട നിങ്ങൾ തോരൻ വെക്കുമോ? സമയം എന്നുള്ളതിൻ്റെ അല്ലേ? ഇല്ല, ഇത് ടൈം പീസാണ്. എന്തിനാ മുറിക്കുന്നത്? ഒരു രസം, ഇടയ്ക്ക് വെറുതെ ഇരിക്കുമ്പോൾ ബോറടിക്കുമ്പോൾ ഒന്ന് മുറിച്ച് നോക്കുന്നതാണ്. മുട്ട. അത് ശരി. അപ്പോൾ ലാസ്റ്റ് ചോദ്യം കൂടെ ചോദിക്കട്ടെ. ലാസ്റ്റ്, കുടിക്കാൻ പറ്റുന്ന ഇംഗ്ലീഷ് അക്ഷരം. ഇതിപ്പോൾ എല്ലാവരും പറയും കുടിക്കാൻ പറ്റുന്ന ഇംഗ്ലീഷ് അക്ഷരം. കുടിക്കാൻ പറ്റുന്ന ഇംഗ്ലീഷ് അക്ഷരം. കുടിക്കാൻ പറ്റുന്ന ഇംഗ്ലീഷ് അക്ഷരം. ഉഫ്, കട്ടയ്ക്കാണല്ലോ എല്ലാവരും. ബിന്ദു, അജിത്ത്, മഞ്ജു, അജിത്ത്, പവിത്ര, സഹല, ബ്രീസ, സാബിറ, ശ്രീദേവി, സൗമ്യ, നിഷിബ, എല്ലാവരും ടീ പറയുന്നുണ്ട്. റംസീന, സദാനന്ദ് കുമാർ, ശ്രുതി.
എല്ലാവരും ടീ പറഞ്ഞു. അപ്പം ഞാൻ എൻ്റെ സ്ക്രീനിൽ ആദ്യം വന്നത് ബിന്ദുവിൻ്റെ ടീ ആണ്. അപ്പോൾ ഇനി പോരെ കുട്ടികളെ ചോദ്യങ്ങളൊക്കെ? ടീ എല്ലാവരും പറഞ്ഞതുകൊണ്ട് ഇനി ഞാൻ പറയുന്നില്ല. എന്നാലും പറഞ്ഞോ, ഉത്തരം കണ്ടു കഴിഞ്ഞാണ് ചോദ്യം കേട്ടത്. ഇത് നേരത്തെ സൗമ്യ തന്നെയാണോ പറഞ്ഞത്? ഞാനൊരു കോഫി ആണാ? എന്ന് വെച്ചാൽ പുഴ വെള്ളം കുടിക്കാം. എന്ന് അടുത്തതിൽ നമ്മളത് ഓപ്ഷനായിട്ട് വെക്കാം. 5 വിചാരിച്ച് ഇവിടെ എല്ലാവരും ടീ ഓർഡർ ചെയ്താണെന്ന്. അപ്പോൾ 5 ഉടൻ ഞാനൊരു കോഫിന്ന്. അത് കൊള്ളാം. അപ്പം നമുക്ക് ഇവിടെ നിർത്താലോ. അതെ, ആദ്യത്തെ തുമ്പയിൽ തുടങ്ങിയതാണ് ബിന്ദുവിൻ്റെ റോക്കറ്റ് വിടൽ. പിന്നെ അങ്ങോട്ടിന്ന് മൊത്തം ബിന്ദുവിൻ്റെതാണ്. ക്ഷീണിച്ച് ഞാൻ ആദ്യം ടീ തന്നു. താങ്ക് യു. കഞ്ഞിവെള്ളം കുടിക്കാൻ പറ്റില്ല. അജിത്ത് ഇനി കുറേ കൊണ്ടുവരും കേട്ടോ. അപ്പം നമുക്ക് നിർത്താലോ അല്ലേ? എല്ലാവർക്കും ഇഷ്ടപ്പെട്ടില്ലേ ഇന്നത്തെ ഈ ചോദ്യങ്ങളും? നമ്മുടെ വിശ്രമവേളകൾ ആനന്ദകരമാക്കാനായി ചെറിയ ചെറിയ ചോദ്യങ്ങളുമായി ഇനി ഞാൻ എത്തുന്നതാണ്. അപ്പോൾ ഇനിയിപ്പോൾ നിങ്ങൾക്ക് എവിടെ പോയാലും ഈ ചോദ്യങ്ങളൊക്കെ ചോദിച്ചാൽ അപ്പം കിട്ടും ആൻസർ. അപ്പോൾ ഞാൻ എന്താണേലും പോയിന്റ് പറയാം. നമ്മൾ 1 2 3 4 5 6 7 8 9 10 11 പേര് ആൻസർ പറഞ്ഞിട്ടുണ്ട്. അതിൽ ഒരെണ്ണത്തിന് ഞാൻ 2 പോയിന്റ് കൊടുത്തിട്ടുണ്ട്. അതായത് ബീറ്റ്റൂട്ടിനും ആരോ റൂട്ടിനും ഓരോന്ന് കൊടുത്തിട്ടുണ്ട്. ഇപ്പം ഇതിൽ ബിന്ദു രാജേഷാണ് വിൻ ചെയ്തിരിക്കുന്നത്. 2 4 6 8 9 പോയിൻ്റാണ് ബിന്ദു രാജേഷിന് കിട്ടിയിരിക്കുന്നത്. സെക്കൻഡുള്ള അത് 5 പോയിൻ്റോട് കൂടിയിട്ട് വൈശാഖാണ് സെക്കൻഡ്. ശ്രീദേവി തൊട്ടുപറയിൽ 4 പോയിൻ്റ്. അജിത്ത് ബ്രീസ 3 പോയിൻ്റ്. അജിത്തിന് 2 പോയിൻ്റ്. അഞ്ജു രഞ്ജിമയ്ക്ക് 2 പോയിൻ്റ്. പിന്നെ തൈബ്, സദാനന്ദകുമാർ, ഹീര, പ്രേം, ലേഖ ജസ്റ്റിൻ, മഹേഷ്, ശിവരാമപിള്ള, ഇത്രയും പേരെ ഓരോ പോയിന്റ് നേടിയിട്ടുണ്ട്. വെൽഡൺ. എല്ലാവരും നല്ല മിടുക്കന്മാരും മിടുക്കികളുമായിട്ടുണ്ട്. അപ്പം നിങ്ങളെല്ലാവരും എൻജോയ് ചെയ്തിട്ടുണ്ടാകും എന്ന് കരുതുന്നു. അപ്പോൾ നമുക്ക് നിർത്താം അല്ലേ? അപ്പം വിജയിച്ച എല്ലാവർക്കും കയ്യടി. പങ്കെടുത്ത എല്ലാവരും ഇത് ഇത്ര ലൈവാക്കിയതിന് ശരിക്കും എൻജോയ് ചെയ്തു. ഇപ്പോൾ വിചാരിക്കുകയാണ് ഇത് നമുക്കൊരു 1.5 മണിക്കൂറായി, കുറച്ചും കൂടെ ക്വസ്റ്റ്യൻസ് വേണ്ടതായിരുന്നു എന്നല്ലേ. അപ്പോൾ പണി പോയില്ലെങ്കിൽ അതെങ്ങനെ റംസീന? പണി പോകുമൊന്നുമില്ല. ഇത് ബോസിനെയും കൂടെ കാണിക്കണം. ബോസിന് നല്ല സന്തോഷമാകും. അപ്പോൾ നമുക്ക് നിർത്താം. എല്ലാവർക്കും ബൈ. എൻ്റെ പേരറിയാലോ, സജ്ജന അബ്ദുള്ള, ദുബായിലെ താമസം. അപ്പോൾ താങ്ക് യു ബ്രീസ. അപ്പോൾ നമുക്കിനിയും കാണാം. ഓക്കെ, ബൈ.